ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദ വിഷയങ്ങളിൽ ഏറ്റവും ഒടുവിലത്തേത് തന്ത്രി കുടുംബത്തിൻ്റെ യോഗ്യതയും അയോഗ്യതയുമാണ്. ആ വിവാദം എത്രയോ കാലമായിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പോൾ അത് കത്തിച്ചത്, അത് രാഷ്ട്രീയ പ്രശ്നം കൂടിയായിത്തീരുന്നത് BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, നമുക്കൊക്കെ പ്രിയപ്പെട്ട ആദരണീയനായ ഡോക്ടർ KS രാധാകൃഷ്ണന്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. സ്റ്റേറ്റ്മെൻ്റ് അല്ലാതെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റായിരുന്നു ആദ്യം. തന്ത്രി കുടുംബത്തെ അടിമുടി ആക്ഷേപിച്ചുകൊണ്ട് തന്ത്രി കുടുംബത്തിന് ശബരിമലയിലെ ഈ പ്രതിഷ്ഠയുടെ ഭഗവാന്റെ പിതൃസ്ഥാനീയരായ ആണ് എന്ന പദവി അവരർഹിക്കുന്നില്ല പല കാരണങ്ങളാൽ. മോറലി അവർക്കെതിരെ നേരത്തെ കേസ് വന്നിരുന്നു. ആ കേസ് ഒരു ഭാഗത്ത് ഈ ശോഭാ ജോണിൻ്റെയൊക്കെ ഒരു കേസ് വന്നിരുന്നു, അത് പരോക്ഷമായി സൂചിപ്പിച്ചുകൊണ്ടുണ്ട്. മാത്രമല്ല ശബരിമല കൊള്ളയിൽ അവരുടെ പേര് അറസ്റ്റ് ചെയ്യുകയുണ്ടായി. മാത്രമല്ല ഇപ്പോൾ ഒടുവിലത്തെ കുറ്റപത്രത്തിൽ 2 തന്ത്രിമാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തന്ത്രി കുടുംബം വന്നിട്ട് താഴമൺ കുടുംബത്തിൻ്റെ വകയായി വെച്ചിരിക്കുന്ന നിർദ്ദേശം, ഞങ്ങൾ കുറ്റാരോപിതരായതുകൊണ്ട് ഞങ്ങൾ ഇനി തന്ത്രിപ്പണിക്ക് വരുന്നില്ല, എന്നാൽ ഞങ്ങളുടെ കുടുംബത്തിലെ ഇളമുറക്കാരനായ ദേവദത്തനോ ബ്രഹ്മദത്തനെ ഞങ്ങളുടെ കുടുംബത്തിലെ പയ്യനെ തന്നെ കുടുംബത്തിൻ്റെ പ്രതിനിധിയായി പതിവ് പോലെ വെക്കേണ്ടതാണ് നിർദ്ദേശം വെച്ചു. ഇപ്പോൾ പലതരത്തിലാണ് വിവാദം. ഒന്നാമത്തെ വിവാദം ഉണ്ടായിരിക്കുന്നത് BJPക്ക് അകത്ത് തന്നെയാണ്. ഇങ്ങനെ ഒരു നിലപാട് വ്യക്തിപരമായി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എടുക്കാൻ പാടില്ല, അത് വ്യക്തിപരമാണ്, സംഘടനയുടേതല്ല. സംഘടനയുടെ നിലപാട് തന്ത്രിമാരെ സംരക്ഷിച്ചുകൊണ്ടാണ് എന്ന് തോന്നിക്കുന്ന മട്ടിലാണ് BJP സംസ്ഥാന പ്രസിഡന്റ് പ്രസ്താവന. മുമ്പൊരിക്കൽ തന്ത്രി അറസ്റ്റിലായ സമയത്ത് BJPയുടെ സംസ്ഥാന വക്താവ് സന്ദീപ് വാചസ്പതി നേരിട്ട് പോയി അദ്ദേഹത്തെ കണ്ട് പിന്തുണ അറിയിക്കുകയും ചെയ്തിരുന്നു. അതൊക്കെ വാർത്തയാണ്. BJPക്ക് അകത്തൊരു ഇഷ്യൂ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഹൈന്ദവ സംഘടനകൾക്കിടയിൽ നടക്കുന്ന ഇഷ്യൂ. ഉദാഹരണത്തിന് ഹിന്ദു ഐക്യവേദി വ്യത്യസ്തമായൊരു നിലപാടെടുത്തിട്ടുണ്ട്. ഹിന്ദു ഐക്യവേദി ഇവരുടെ യോഗ്യത കൂടി പരിശോധിക്കണം, അറിവ് പരിശോധിക്കണം, ധാർമ്മികത പരിശോധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് RV ബാബു ചേട്ടൻ്റെ പ്രസ്താവനയുണ്ട്. മറുഭാഗത്ത് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ വിജി തമ്പി, അദ്ദേഹം വളരെ പരസ്യമായും തുറന്ന പിന്തുണ പൂർണ്ണമായും തന്ത്രി കുടുംബത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് പറയുന്നുണ്ട്. തന്ത്രി കുടുംബത്തിനെതിരെ KS രാധാകൃഷ്ണൻ ഉന്നയിച്ച ആരോപണങ്ങൾ തെറ്റാണ്, അതൊരു ട്രാപ്പായിരുന്നു, നിരപരാധിയാണ് അദ്ദേഹം എന്നാണ് പിന്നീട് പോലീസ് കണ്ടെത്തിയതെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും എന്താണ് സത്യത്തിൽ ഈ തന്ത്രി കുടുംബത്തിന്, ഒരു പക്ഷേ മേൽശാന്തിമാരാണല്ലോ അവിടുത്തെ ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടുന്നത്, പക്ഷേ മേൽശാന്തിമാർക്കും ദേവസ്വം ബോർഡിനും ഒന്നും ഇല്ലാത്ത ഒരു വല്ലാത്ത അധികാരം ശബരിമലയ്ക്ക് മേൽ തന്ത്രി കുടുംബത്തിനുണ്ട്, താഴമൺ കുടുംബത്തിന്. അത് ശരിയാണോ തെറ്റാണോ? അത് ഇതിൻ്റെ ശരിതെറ്റുകൾ നീക്കട്ടെ. ഇതിനകത്ത് ധർമ്മം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. 4 പേര് കേട്ടാൽ നിരക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതാണ് ധർമ്മം എന്ന് നമുക്ക് സാധാരണഗതിയിൽ പറയാം. ഇപ്പം ഈ പറഞ്ഞ ആളിനെ ട്രാപ്പ് ചെയ്തു എന്ന് പറഞ്ഞില്ല, 4 പേര് കേട്ടാൽ നിരക്കുന്നൊരു ന്യായമാണ്. ഒരു വഴിവിട്ട് ജീവിക്കുന്ന സ്ത്രീ ഒരു സാധു മനുഷ്യനെ ട്രാപ്പ് ചെയ്യും, അത് സാധാരണ സംഭവിക്കുന്നതാണ്. പക്ഷേ ഇങ്ങനൊരു സാധാരണ മനുഷ്യനാണ് എന്നെയോ സാറിനെയോ രാത്രി 11 മണിക്ക് ഒരു ഫ്ലാറ്റിൽ ബ്ലാക്ക് മെയിൽ ചെയ്തു, നഗ്നനാക്കി നിർത്തി ഫോട്ടോ എടുപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ മനുഷ്യരാണ്, സംഭവിച്ചു പോയി. ശബരിമല തന്ത്രി സാധാരണക്കാരനാണോ? രാത്രി 11 മണിക്ക് നിങ്ങൾ ആ ഫ്ലാറ്റിൽ പോയി എന്നുള്ളത് തന്നെ നിങ്ങളുടെ ഒരു ഡിസ്ക്വാളിഫിക്കേഷനാണ്. ട്രാപ്പ് ചെയ്യപ്പെടാനായിട്ട് നിങ്ങൾ അവിടെ പോയതാണ്, പോയി കൊടുത്താണ്. അവർ നിങ്ങളുള്ള സ്ഥലത്ത് വന്നതല്ല, നിങ്ങളവിടെ പോയി. എറണാകുളത്ത് ലിങ്ക് ലക്ഷ്മൺ ഫ്ലാറ്റിൽ നിങ്ങൾ കാണപ്പെട്ടു രാത്രി 11 മണിക്ക്. എന്നിട്ട് നിങ്ങൾ പറയുന്നു ഞാനവിടെ പൂജാതി തന്ത്രമോ കർമ്മമോ എന്ന് വെച്ച് ചെയ്യാൻ പോകാൻ. ഇങ്ങർക്ക് ആ വരുമാനം കൊണ്ട് വേണോ ജീവിക്കാൻ? ഇങ്ങനെ എന്തിന് കുപ്രസിദ്ധി നേടിയ ഒരു സ്ത്രീയുടെ ഫ്ലാറ്റിൽ പോയി? ഈ ചോദ്യം അങ്ങേര് ഉത്തരം പറയേണ്ടതാണ്, പക്ഷെ നമ്മൾ ഉത്തരം പറയേണ്ടതല്ല. നമ്മൾ ലൗകികന്മാരാണ്, എവിടെയും പോകും, എന്ത് ചെയ്യും. യെസ്. അപ്പോൾ ഇത് യുവർ മിയർ പ്രസൻസ് ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് എൻ ഒഫൻസ്, ധാർമ്മികമായ ഒഫൻസ്. പോലീസ് നോക്കി കഴിയുമ്പോൾ ശരിയാണ്, ബ്ലാക്ക് മെയിൽ ചെയ്തു, ഫോട്ടോ എടുത്തു, എന്നിട്ട് കാശ് വാങ്ങിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഹി വാസ് വിക്ടിം എന്ന് പറഞ്ഞ് കോടതി അങ്ങേർക്ക് അനുകൂലമായിട്ട് വിധിക്കും. അതാണോ അങ്ങേർക്കുള്ള സർട്ടിഫിക്കറ്റ്?
എനിക്ക് ഈ വിശ്വ ഹിന്ദു പരിഷത്തൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നവരോട് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്: ഇതിൻ്റെ പുറത്താണോ നിങ്ങൾ വിശ്വ ഹിന്ദു പരിഷത്ത് നിൽക്കുന്നത്, അതോ ധർമ്മത്തിൻ്റെ പുറത്താണോ? സാങ്കേതികമായിട്ട് നിങ്ങൾക്ക് എന്തിനേയും ന്യായീകരിക്കാം. ന്യായത്തിന്റെ പുറത്താണോ ധർമ്മത്തിന്റെ പുറത്താണോ? അത് ഞാൻ നല്ല ചോദ്യം. കുലത്തൊഴിലാണ് തന്ത്രം. കുലത്തൊഴിൽ തന്ത്രമായിട്ട് സ്വീകരിച്ച ആളായിരുന്നു കണ്ഠര് രാജീവര്. അങ്ങനെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിൽ ഉദ്യോഗസ്ഥനായിരുന്നു. അത് ടി ജി പലപ്പോഴും പറയുന്നത്. VRS എടുത്തിട്ടാണ് തന്ത്രിയായിട്ട് കയറുന്നത്, ഇല്ലേ? സൗകര്യമായിട്ട് അവിടെ പെൻഷൻ കിട്ടും എന്നുള്ള വർഷമൊക്കെ ആയി, ഇവിടെ വേക്കൻസിയൊക്കെ ആയി, മറ്റേ അദ്ദേഹം മരിച്ചും പോയി. അപ്പോൾ പിന്നെ ഞാൻ കയറി. പെൻഷനും പറ്റുന്നുണ്ട് അല്ലേ? പെൻഷൻ കിട്ടുന്നുണ്ടാവും. അങ്ങനെ ഒരു ചെയ്യുള്ളൂ, അങ്ങനെ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ലീവ് എടുത്തിട്ട് അത് കുറച്ച് കാലം ഇങ്ങനെ തട്ടി പോയിട്ട് ആ പീരീഡ് പെൻഷൻ കിട്ടാതെ സർക്കാർ ഉദ്യോഗസ്ഥൻ ആരെങ്കിലും ഇറങ്ങിപ്പോവുക. ദിസ് വാസ് ഓൾ ക്ലവർ പ്ലേ. ഇവരാരും സാത്വികരല്ല. തന്ത്രിയുടെ ലക്ഷണം, ആചാര്യ ലക്ഷണം, തന്ത്രസമുച്ചയം, വിപ്രകുലീന കൃത സംസ്കൃയ ഗൗ സ്വാധീത വേദാഗമ തത്വവേത്ത. പിന്നെയുണ്ട് അങ്ങനെ. എന്താ ഈ സംഗതി? ഇയാൾ വിപ്രനായിരിക്കണം, പണ്ഡിതനായിരിക്കണം, കുലീനനായിരിക്കണം. കുലീനൻ എന്ന് പറഞ്ഞാൽ ഈ പേരുകേട്ട കുടുംബത്തിൽ ജനിച്ചാൽ പോരാ, കുലീനത്വം ഉണ്ടാവണം, ആ കുടുംബത്തിന് തന്നെ ഉണ്ടാവണം. ഇയാൾക്കൊറ്റയ്ക്ക് മഹാനായ പോരാ, ആ ഹോൾ ഫാമിലി, ഇയാൾ വളർന്നു വന്ന ബാക്ക്ഗ്രൗണ്ട്, ഇതെല്ലാം വളരെ കുലീനമായിരിക്കണം. ഹൈ മോറൽ വാല്യൂ ഉള്ള ആൾക്കാർ, അവരെയാണ് കുലീനർ എന്ന് വിളിക്കുന്നത്. അല്ലാതെ അരിസ്റ്റോക്രസിയുടെ തർജ്ജമയല്ല സംസ്കൃതത്തിൽ കുലീനം എന്ന് പറഞ്ഞാൽ. അരിസ്റ്റോക്രാറ്റിക് ഫാമിലി എന്ന് പറഞ്ഞാൽ നല്ല കാശും സംഗതിയൊക്കെയുള്ള, ധാർമ്മികത ഇഷ്യൂ അല്ല. അത്തരം ഫാമിലികളിൽ ധാർമ്മികത ഉണ്ടാവാറില്ല. ഹൈന്ദവ ധർമ്മത്തിലെ കുലീനത എന്ന് പറയുന്നത് ധർമ്മം, അങ്ങനെ ധർമ്മചാരികളുടെ കുടുംബം. അതെ, എല്ലാ അർത്ഥത്തിലും ധർമ്മത്തിൽ ചരിക്കുക, അവരാണ് കുലീനർ. അവർ ചിലപ്പോൾ അത്താഴ ഭക്ഷണക്കാരായിരിക്കും, പക്ഷേ സമൂഹം അവരെയാണ് ധർമ്മത്തിൻ്റെ അടയാളം കാണുന്നത്. ഈ പറഞ്ഞ യോഗ്യതകൾ എന്തെങ്കിലും തന്ത്രിക്കുണ്ടോ? കലികാലമാണ്, ഇത്രയൊന്നും യോഗ്യത ആർക്കും ഉണ്ടാവില്ല, സമ്മതിച്ചു. നിങ്ങൾ എത്ര യോഗ്യത എടുത്തു കളയും? ജാതി ഉണ്ടായിരുന്ന കാലത്താണ് ഈ ഞാനിപ്പോൾ തന്ത്രസമുച്ചയത്തിലാണ് ഈ യോഗ്യത പറയുന്നത്. ജാതി വ്യവസ്ഥ നിലനിന്നിരുന്ന കാലമാണ്. എന്നിട്ടും അതിൽ പറയുന്നത് നിങ്ങൾക്ക് എല്ലാ ജാതികളുടെയും ആചാരം അറിഞ്ഞിരിക്കണം തന്ത്രി. എല്ലാ ജാതികളുടെയും. തന്ത്രി നമ്പൂതിരിയാണ്, അതുകൊണ്ട് നമ്പൂതിരിയുടെ മാത്രമേ എനിക്കറിയുള്ളൂ, പറ്റില്ല. എല്ലാ ജാതികളുടെയും ആചാരക്രമങ്ങൾ കൂടി എല്ലാം അറിഞ്ഞിരിക്കണം. എല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം എല്ലാവരും നിങ്ങളെ ബഹുമാനത്തോടെ കാണണമെങ്കിൽ അവരെപ്പറ്റി നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കണം. അവർ ഒരാവശ്യത്തിന് വിളിച്ചാലും നിങ്ങൾ പോയി അത് ചെയ്തു കൊടുക്കണം. അതുകൊണ്ടാണല്ലോ അത് അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നത്. ഇതുകൂടാതെ വേദങ്ങളും വേദതത്വങ്ങളും ഇത് അറിഞ്ഞിരിക്കണം. ഇതെന്തെങ്കിലും ഈ പറഞ്ഞ ആൾക്കാർക്കുണ്ടോ? ഇതിൽ കുറേയധികം 10-20 ക്വാളിഫിക്കേഷൻസ് പറയുന്നു. ഈ 20ഉം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ ടി ജി പറഞ്ഞ ആദ്യത്തെ 2 എണ്ണം വെട്ടിക്കളയണം ആദ്യം തന്നെ. വിപ്രനുമല്ല കുലീനനുമല്ല. ഇനി വെറും സാധാരണ അർത്ഥത്തിൽ ഇവരെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് താഴമൺ പോറ്റി എന്നാണ്. നമ്പൂതിരിയല്ല, പോറ്റിമാരാണ്. എപ്പോഴാണ് ഇവർ കണ്ഠരര് മോഹനര് ഇങ്ങനെയൊക്കെ വായിക്കൊള്ളാത്ത ഏർപ്പാട് തുടങ്ങിയെന്ന് ആർക്കും അറിയില്ല. എന്ത് വായിക്കോട്ടെ, അതിനകത്ത് ബ്രാഹ്മണരല്ല, എനിക്കറിയില്ല. താഴമൺ പോറ്റിമാരെന്നാണ് പഴയ റെക്കോർഡുകളിലൊക്കെ ഉള്ളത്. താഴമൺ പോറ്റി എന്നാണ്. ഇനി പോറ്റിമൂത്ത് നമ്പൂതിരിയായോ എന്നറിയില്ല. അങ്ങനെ ഒരു ഏർപ്പാടുണ്ട് നാട്ടുനൃത്തം. എൻ്റെ ചെറുപ്പത്തിൽ പറഞ്ഞേക്കാം. ജാതി ശ്രേണിയിൽ മുകളിലേക്ക് കയറുന്ന വിധം ചോകാൻ മൂത്ത് തണ്ടാനാകും. ചോകാൻ എന്ന് പറഞ്ഞാൽ ഈഴവൻ. ചോകാൻ മൂത്ത് തണ്ടാനാകും. തണ്ടാൻ എന്നൊക്കെ പറഞ്ഞൊരു സർനെയിമുണ്ട്. ഈഴവരിൽ തന്നെ ഒരല്പം മുന്തിയത്. തണ്ടാൻ മൂത്ത് പിള്ളയാകും. പിള്ള എന്ന് പറഞ്ഞാൽ നായരുമാകാം, ഇൻ ബിറ്റ്വീൻ പിള്ള. മറ്റേ ഇതുണ്ട്, ചെട്ടിപ്പിള്ള എന്നൊക്കെ പറഞ്ഞു, പത്മശാലിയ വിഭാഗം. നെയ്ത്തുകാരല്ലേ? നേരിയ അതിരിലാണ്. ഈഴവനും അല്ല നായർ. അപ്പൊ തണ്ടാമൂത്ത് പിള്ളയാകും, പിന്നെ പിള്ളമൂത്ത് നായരാകും. ഇങ്ങനെ ഒരു ചൊല്ല് ചെറുപ്പത്തിൽ ഞാൻ താനേ മൂത്തോളും അല്ലേ?
അങ്ങ് പതുക്കെ ഈ ഓരോ തലമുറ കഴിയുമ്പോൾ സർനെയിമിൽ ചില്ലറ വ്യത്യാസം വരുത്തി അങ്ങനെ മാറ്റി കൊണ്ടുവരും. അങ്ങനെ ഒരു 4-5 തലമുറ കഴിയുമ്പോൾ ഇയാൾ ഈഴവനിൽ നിന്ന് നായരാകും. പിന്നെ നായരിൽ തന്നെ മൂത്ത് ഈ മേനോൻ, കർത്താവാണ് നായന്മാരിൽ ഏറ്റവും കർത്താവ് ഏറ്റവും മുന്തിയത് നായന്മാരുടെ കൂട്ടത്തിലെ നായന്മാരുടെ കൂട്ടത്തിലെ യോഗ്യൻ കർത്താവാണ്. കർത്താവ് ഏമാൻ എന്നൊക്കെയാണ് അവരെ വിളിക്കാറുള്ളത്. അങ്ങനെ ഇങ്ങനെ കർത്താവായിട്ട് മാറും. പിന്നെ അവിടെ നിന്നാണ് ഈ പോറ്റിയായിട്ടും പിന്നെ നമ്പൂതിരിയായിട്ടും പിന്നെ അക്കിത്തിരിപ്പാടായിട്ടും ഒക്കെ മാറുന്നത്. പട്ടതിരിപ്പാടും നമ്പൂതിരിപ്പാടും ഒക്കെ അല്ലേ. അപ്പോൾ ഈ കുലീനൻ എന്നുദ്ദേശിക്കുന്നത് വിപ്രൻ കുലീനൻ ഇതിൻ്റെ സാധാരണ അർത്ഥം എടുത്തു കഴിഞ്ഞാൽ നമ്പൂതിരിയായ പോരാ, അതിനകത്ത് കൊള്ളാവുന്ന നമ്പൂതിരിയായിരിക്കണം. കുറഞ്ഞ പക്ഷേ ആഴ്വാഞ്ചേരി തമ്പ്രാക്കളെങ്കിലും ആയിരിക്കും. അങ്ങനെയാണ് എല്ലാ തമ്പ്രാക്കളും തമ്പ്രാക്കളാണ്, ആഴ്വാഞ്ചേരി തമ്പ്രാക്കളാണ് തമ്പ്രാക്കൾ. ഇതാണ് ചൊല്ല്. എല്ലാവരും ഒക്കെ നമ്പൂതിരിയും സംഗതിയൊക്കെയാണ്. ആഴ്വാഞ്ചേരി തമ്പ്രാക്കളാണ് തമ്പ്രാക്കൾ. അതെ. അല്ല, അപ്പോൾ ഇതിലിപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ കുഴഞ്ഞു മറിഞ്ഞതാണല്ലോ ശബരിമല. അതിലിപ്പോൾ ഇതൊക്കെ അറിയാവുന്ന ഒരാളാണ് നമുക്ക് എൻ്റെ നിയമപ്രശ്നമുണ്ട് ഇതിനകത്ത്. അപ്പോൾ അവർക്ക് തന്ത്രിയുടെ കാര്യത്തിൽ തന്ത്രി കൊടുത്ത നിർദ്ദേശം ഞങ്ങളെ ഇളമുറക്കാരനെ എടുക്കണമെന്ന് പറഞ്ഞതുപോലും കോടതിയോട് ചോദിച്ചിരിക്കുകയാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ്. അപ്പോൾ നിയമപ്രശ്നമുണ്ട്, അവിടുത്തെ ആചാരപരമായ പ്രശ്നമുണ്ട്, തന്ത്രവിദ്യ എന്ന് പറയുന്ന TG പറയുന്ന ഇഷ്യൂസ് ഉണ്ട്. ഇതൊക്കെ വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ തന്ത്രിമാരോടൊരു അവരുടെ ശല്യം അല്ലെങ്കിൽ അവരുടെ ഈ അപകടം ശബരിമലയിൽ നിന്ന് ഒഴിവാക്കാൻ എന്താ വഴി? ദേവസ്വം ബോർഡ് അവരെ നിയമിക്കാതിരിക്കുക എന്നുള്ളതാണ്. അതിന് പറ്റുമോ? സാധിക്കുമോ അവർക്ക്? പിന്നെ ദേവസ്വം ബോർഡാണ് നിയമനാധികാരി. അവർ ഇപ്പോഴത്തെ പുറത്ത് കളഞ്ഞതാണ്. നോ, വി ആർ നോട്ട് അപ്പോയിൻറ്റിങ്. അതിൻ്റെ റീസൺ കോടതിയിൽ ധൈര്യമായിട്ട് ബോധിപ്പിക്കണം. ഈ ശ്ലോകം പറഞ്ഞിട്ട് ഈ യോഗ്യത ഇവർക്കില്ല. ദാറ്റ് ഈസ് ഓൾ. നിങ്ങൾ പറയുന്ന പാരമ്പര്യ സംഗതി അത് നിങ്ങൾക്കില്ലാന്ന്. യെസ്, ഇറ്റ് ഈസ് നോട്ട് ദെയർ. ആ കുടുംബത്തിൽ ജനിച്ചാൽ മതി എന്നുള്ള യോഗ്യത അല്ല. കോടതിയോടും പറയുക ഇതാണ് ഇതിൻ്റെ യോഗ്യത, അല്ലെങ്കിൽ വേറെ എന്താ യോഗ്യത എന്ന് പറയാം. പോലീസുകാരൻ്റെ മകൻ പോലീസുകാരനാവില്ല, അതുകൊണ്ട് ബ്രഹ്മദത്തിനെ ആക്കാൻ പറ്റില്ല. ബ്രഹ്മദത്തൻ ട്രഡീഷണലി ഈ വേദങ്ങളോ സംഗതികളോ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ട്. ബ്രഹ്മദത്തൻ എന്ന് പറഞ്ഞ് വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ ഒരു കവിതയുണ്ട്. പേരില്ല, ബ്രഹ്മദത്തൻ എന്നാണ് കവിത പേര്. അതിൽ ബ്രഹ്മദത്തിൻ്റെ ലക്ഷണം വിഷ്ണുനാരായണൻ നമ്പൂതിരി പറയുന്നുണ്ട്. കുറ്റിത്താടി വളർന്നുള്ളവൻ, കാറ്റത്ത് മുടിപാറുവോൻ, മെയ്യിൽ പൊടി അണിഞ്ഞുള്ളവൻ, കണ്ണിൽ വെട്ടം ചുരത്തുവോൻ. ഇതാണ്. കണ്ണിൽ വെട്ടമുണ്ടോ ഈ ബ്രഹ്മദത്തിന്? ഒരു ദിവ്യ തേജസ്സും അല്ലേ? വിജ്ഞാനത്തിൻ്റെ വെട്ടം, ജ്ഞാനപ്രകാശം എന്ന് പറയില്ല. അറിവ് പ്രകാശിക്കുന്ന വ്യത്യാസം ഉണ്ടാവും. ആ ബ്രഹ്മദത്തൻ കുറ്റിത്താടി വളർന്നിട്ടുണ്ട്, ക്ഷയമൊന്നും ചെയ്തിട്ടില്ല. കാറ്റത്ത് മുടിയും പറക്കുന്നു, മെയ്യിൽ പൊടിയൊക്കെ അണിഞ്ഞ് വേർത്ത് കുളിച്ചാണ്, പക്ഷെ കണ്ണിൽ വെട്ടം ചുരത്തുന്നുണ്ട്. ഇതാണ് ബ്രഹ്മദത്തൻ. ഈ ബ്രഹ്മദത്തിന് അതുകൊണ്ട് ഞാൻ ഇയാളെ കണ്ടിട്ടില്ല, പക്ഷെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും. ജ്ഞാനമുള്ളവർക്ക് തിരിച്ചറിയാൻ പറ്റും. കണ്ണിൽ നോക്കി കഴിയുമ്പോൾ അറിയാം ഈ കക്ഷിക്ക് വിവരം ഉണ്ടോ എന്നറിയാം. ഇതുണ്ടോ എന്ന് കേരള ഹൈക്കോടതി പണ്ട് ചോദിച്ചിരുന്നു. സംസ്കൃതം അറിയാമോ? ഇല്ല. ഭാഗ്യസൂക്തം അറിയാമോ? ഇല്ല. ഗണപതി ഹോമം നടത്താൻ അറിയാമോ? ഇല്ല. ഒന്നും അറിയില്ല. പിന്നെ എന്താ അറിയാമോ? ശബരിമലയുടെ ഒരു മൂലമന്ത്രമുണ്ട്, ഒരു പ്യുവർ ടെക്നിക്കലാക്കി മാറ്റി കാര്യങ്ങളെല്ലാം. പഴയ ജഡ്ജി എനിക്ക് ഓർമ്മയുണ്ട്, പരിപൂർണൻ. യെസ്. അപ്പോൾ ഈ ഒരു വിഗ്രഹത്തിന് ഒരു മൂലമന്ത്രമുണ്ട്. ആ മന്ത്രം അറിഞ്ഞിരിക്കുക, ചില തന്ത്രങ്ങളും അറിഞ്ഞിരിക്കുക. അത് ചെയ്താൽ നിങ്ങൾക്ക് തന്ത്രിയായിട്ട് ആജീവനാന്തം കഴിയാം. ഈ തന്ത്രി അവിടെ കുളിച്ചുകൊണ്ട് താമസിക്കുന്നത് എന്തിനാണ്? യെസ്. സന്നിധാനത്തിൽ അവിടെ താമസമാണത്ര. ശ്രീകോവിലിൽ നിന്ന് ഒരു 100 അടി പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ ഇദ്ദേഹം താമസിക്കുന്ന മുറി കക്കൂസ് ഒക്കെ ഉണ്ട്. ശ്രീകോവിലിനോട് ചേർന്ന് കക്കൂസുള്ള ഏക ക്ഷേത്രം ഭൂമിയിൽ ശബരിമല അയ്യപ്പ ക്ഷേത്രമാണ്. ഭൂമിയിൽ അയ്യപ്പനെ അശുദ്ധമാക്കുകയാണ്, അപമാനിക്കുകയാണ് അതല്ലേ. ഞാൻ ഒരു 150 അടി ദൂരെയായിട്ട് ഈ മലമൂത്ര വിസർജനത്തിന് സ്ഥലം കൊടുക്കണമല്ലോ. അപ്പോൾ അത് കൊടുത്ത ക്ഷേത്രങ്ങൾ പലതും ഞാൻ കർണാടകത്തിൽ, ആന്ധ്രയിലൊക്കെ കണ്ടിട്ടുണ്ട്. ക്ഷേത്രങ്ങൾ അത് കോമണാണ്. അവിടെ തൊഴാൻ വരുന്ന ഭക്തന്മാർക്കും ഉപയോഗിക്കാം, മേൽശാന്തിക്കോ ആർക്കോ എന്താണെന്ന് വെച്ചാൽ ഉപയോഗിക്കാം.
അത് കഴിഞ്ഞിട്ട് അവർക്ക് ശരീരശുദ്ധി വരുത്താൻ കുളിക്കാനൊക്കെ ആയിട്ട് അവർ അമ്പലത്തിൻ്റെ കുളത്തിൽ തന്നെ പോകണം. അല്ലാതെ അവർക്കായിട്ട് കുളിമുറിയില്ല, ഭക്തർക്കും കുളിമുറിയില്ല. പക്ഷേ ഇതൊരു അത്യാവശ്യ സംഗതിയാണ്, അതുകൊണ്ട് അത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതും ഒരു വളരെ ദൂരെയായിട്ടാണ്. ഇത് ഇങ്ങനെയൊക്കെ ഇവർ ചെയ്യുന്നു. ഇതൊക്കെ ആലോചിച്ചു എങ്ങനെ എപ്പോൾ തുടങ്ങി? ഇതൊന്നും മാറ്റാൻ ആർക്കും സാധിക്കില്ല. ഈ തന്ത്രിയുടെ മുറി ഒരു 100 അടി മാറി ആ മാളികപ്പുറത്തമ്മയുടെ അപ്പുറത്ത് വയ്ക്കാമെന്ന് പറഞ്ഞാൽ തന്ത്രി സമ്മതിക്കുമോ? സമ്മതിക്കില്ല. കാരണം ഇവിടെ ഇരിക്കുന്നതുകൊണ്ടാണ് വരുമാനം. തൊഴുത് വരുന്നവരുടെ വഴിയിലാണ് തന്ത്രി മുറി തുറന്നിരിക്കുന്നത്. ചരട് ജപിച്ചു കൊടുക്കുക, അവിടെ ചെയ്യുക, പൈസ വാങ്ങുക, ആളുകൾ മുറിക്കുള്ളിലേക്ക് കാശ് എറിയുക, അങ്ങനെ ഓരോ സീസണിലും കാശ് ഉണ്ടാക്കി കൂട്ടുക. ഇപ്പോൾ അത് എനിക്ക് വേണ്ട, പുള്ളി കേസിൽ പെട്ടുകൊണ്ടല്ലോ എന്തോ ആരോഗ്യ പ്രശ്നമൊക്കെ കാണിച്ചാൽ കണ്ടീഷണൽ റെസിഗ്നേഷനാണ്. എനിക്ക് ഒഴിയണം, ബ്രഹ്മദത്തിനെ വയ്ക്കണം. ബ്രഹ്മദത്തിനെ വെച്ചില്ലെങ്കിലോ ഞാൻ ഒഴിയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. കണ്ടീഷനിലാണ്. പിന്നല്ലാതെ ഇങ്ങനെ വിലപേശുന്ന തന്ത്രി ഇങ്ങനെയാണോ വിപ്രൻ? ഇങ്ങനെയാണോ കുലീനൻ? തീർച്ചയായിട്ടും. എനിക്ക് അദ്ദേഹം അറസ്റ്റിലായ ദിവസം അന്ന് അദ്ദേഹം ദേവസ്വം ബോർഡിന് കത്ത് കൊടുക്കണം, ഞാൻ ഒഴിയുകയാണെന്ന് പറയണം. അല്ലാതെ ഇന്നയാളെ വെച്ചാൽ ഞാൻ ഒഴിഞ്ഞ ഒന്നുമല്ല, അൺകണ്ടീഷനായിട്ട് രാജിവെച്ച് പോകണം. ശരിയാണ്, ഒഴിഞ്ഞു. അങ്ങനെയാണ് തൻ്റെ ധാർമ്മികത തെളിയിക്കേണ്ടത്. അങ്ങനെയാണ് കുലീനാവേണ്ടത് അല്ലേ? ശരി. കോടതിയിലും പറയുക, എനിക്ക് ജാമ്യമൊന്നും വേണ്ട, പോലീസിന് എത്ര കാലം എന്നെ കസ്റ്റഡിയിൽ വേണോ കൊടുത്തേക്ക്, ഞാൻ പൊക്കോളാം. എത്ര കാലം എന്നെ ജയിലിലിട്ടാൽ ജഡ്ജിക്കും പോലീസിനും തൃപ്തിയാകുമോ അത്രയും കാലം എന്നെ ജയിലിലിട്ടോ. ഇത് പറയണ്ട, ഇത് പറയാനുള്ള ധാർമ്മികാവകാശം അങ്ങേർക്കില്ല. അതുകൊണ്ടാണ് അങ്ങേര് വക്കീലന്മാരെ വെച്ച് ഗുസ്തി പിടിച്ച് ജാമ്യം വാങ്ങിച്ച് അതിനകത്ത് ഇങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് അതിന് അപ്പീൽ പോയിട്ട് വാട്ട് എ നോൺസെൻസ്. ഇങ്ങനെയൊക്കെ ഇത് അഹമ്മദ് മാഷോ ടി ജി മോഹൻദാസോ ചെയ്യേണ്ട ജോലിയാണ് ഇതൊക്കെ. ജാമ്യത്തിന് വേണ്ടി ഗുസ്തി പിടിക്കുക, അങ്ങനെ ചെയ്യുക, പത്രത്തിൽ വാർത്ത കൊടുക്കുക, ടി വി ചാനലിൽ ബഹളം വയ്ക്കുക, ഇതൊക്കെ ലൗകികന്മാർ ചെയ്യുന്നത്. ആത്മവിദ്യയിൽ അഭിരമിക്കുന്ന മനുഷ്യർ അവരത് ചെയ്തു. എവിടെയെങ്കിലും വെച്ച് ഇതിൻ്റെ ശുദ്ധി കലശം തുടങ്ങണ്ടേ? എനിക്ക് ഈ അത്താഴപ്പക്ഷക്കാരായ തന്ത്രിമാരെ എനിക്കറിയാം, മഹാപണ്ഡിതന്മാർ. അവർ വാതുറക്കില്ല, അവർ ഈ വിവാദത്തിൽ ഒരു അക്ഷരം പറയില്ല. ഒരാൾ യോഗ്യനാണോ അല്ലയോ എന്നുള്ളതും അവർ പറയില്ല. അവരവരുടെ ഡ്യൂട്ടി ചെയ്ത് ഇപ്പോഴും കേരളത്തിൽ ജീവിക്കുന്നവരുണ്ട് അത്താഴപ്പക്ഷക്കാർ. ഒരു കുടവേറ് പോലും അവർക്കുണ്ടാവില്ല. വയറ് ചൊട്ടി അകത്തേക്ക് പോയിട്ടുണ്ടാകും. പൂണൂലിൻ്റെ ഭാരം കൊണ്ട് തോളൊടിഞ്ഞു പോകുമെന്ന് തോന്നുന്നു നമുക്ക്. അത്രയ്ക്ക് ദുർബലരായ മനുഷ്യർ. പക്ഷേ അവർക്ക് അവരുടെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ സാറിന് കണ്ണെടുക്കേണ്ടി വരും. അത്രയ്ക്ക് ശാന്തതയാണ്. ജ്ഞാനത്തിൻ്റെ തിളക്കം ഉണ്ടാവും. അതെ, തീർച്ചയായിട്ടും. അതാണ് ചെയ്യേണ്ടത്. അതിന് വിശ്വ ഹിന്ദു പരിഷത്ത് തടസ്സം നിൽക്കുക, BJP തടസ്സം നിൽക്കുക. രാധാകൃഷ്ണൻ എന്തോ കുഴപ്പങ്ങൾ. രാധാകൃഷ്ണൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാനും വായിച്ചു, രാധാകൃഷ്ണൻ സാറിൻ്റെ. ഞാൻ സംസാരിക്കുകയും ചെയ്തു. ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിച്ചു. സാർ ഇതൊക്കെ ഈ അവസ്ഥയൊക്കെ എഴുത്തച്ഛൻ രാമായണത്തിൽ പറഞ്ഞിട്ടുണ്ട്. ചക്ഷുശ്രവണകളസ്തമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നത് പോലെ. പാമ്പിൻ്റെ വായിൽ തവള ഭക്ഷണത്തിനായിട്ട് നാക്ക് നീട്ടുന്ന പോലെ. 2 കേസും ജാമ്യത്തിലും ഒക്കെ ആയിട്ട് പകുതി പാമ്പിൻ്റെ വായിലാണ്. അപ്പോഴും ബ്രഹ്മദത്തൻ. ശരിയാ. എന്തായാലും മോഹം തീരുന്നില്ല. അതെ. ടി ജി, ഇതിനകത്ത് രാഷ്ട്രീയം എന്തായിരുന്നാലും ഇപ്പോൾ KS രാധാകൃഷ്ണൻ സാറിനെ അഭിനന്ദിച്ച ടി ജി ഒരു കാര്യം കൃത്യമായും വ്യക്തമാക്കിയിരിക്കുന്നു. അത് കേൾക്കേണ്ടവർ കേട്ടാൽ നല്ലത്. അത് മറ്റൊന്നുമല്ല, ഈ തന്ത്രി കുടുംബം ശബരിമലയ്ക്ക് അപമാനം ഉണ്ടാക്കിയ സ്ഥിതിക്ക് അവരെ മലയിറക്കാനുള്ള വകുപ്പുകൾ ദേവസ്വം ബോർഡിൻ്റെ കയ്യിലുണ്ട്. വേണമെങ്കിൽ അവർക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ. ദേവസ്വം ബോർഡ് അത് ചെയ്യില്ല. ദേവസ്വം ബോർഡ് സമർത്ഥമായിട്ടുണ്ട്. ജയകുമാർ അങ്ങനെ ശരീരം മുഴുവൻ എണ്ണ തേച്ച് നിൽക്കുകയാണ്. ആർക്കും പിടിക്കാൻ പറ്റില്ല. വഴുതി പോകും. ജയകുമാർ പുള്ളി പന്ത് കോടതിക്ക് കൊടുത്തു, പാസ് ചെയ്യും. ഇപ്പോൾ ലോക ഫുട്ബോളിലൊക്കെ ഉണ്ടല്ലോ, മെസ്സിക്ക് അല്ലെങ്കിൽ എംബാപ്പയ്ക്ക് പാസ് ചെയ്ത് കൊടുത്ത് പന്ത്. വേണമെങ്കിൽ ഗോളടിച്ചോ, ഇല്ലെങ്കിൽ അടിക്കണ്ട, എൻ്റെ തലേന്ന് മാറി. തന്ത്രിമാരെക്കാൾ വലിയ തന്ത്രമാണ് ദേവസ്വം ബോർഡ് കളിക്കുന്നത്. പിന്നെ എന്നിട്ട് അദ്ദേഹത്തിൻ്റെ എഴുത്തോ, കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി. ആ മഹേശ്വരിയോട് എന്തെങ്കിലും കമ്മിറ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ, ആ വരികളോട് എന്തെങ്കിലും ബഹുമാനം ഉണ്ടെങ്കിൽ ജയകുമാർ ഇത് തീരുമാനിക്കുക. നോ, ഒരു ബ്രഹ്മദത്തിനെ ഞാൻ വയ്ക്കുന്നില്ല എന്ന് തീരുമാനിക്കുക. കം വാട്ട് മേ. തീർച്ചയായിട്ടും. ഈ ബുഷിന് അടിക്കുന്നതിന് പകരം കുറ്റിച്ചെടികൾക്ക് അടിക്കുന്നതിന് പകരം അടിക്കേണ്ടടുത്താണ് ഇപ്പോൾ ടി ജി അടിച്ചത്. എടുക്കുന്നവർ നടപടി എടുക്കാൻ വല്ല മനസ്സും ഉണ്ടെങ്കിൽ എടുക്കട്ടെ.
നന്ദി ടീച്ചർ. റൈറ്റ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.